എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ പരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സത്സന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സത്സന്ധ്യയുടെ 295 ഭാഗമാണ്. വളരെ കാലം കൂടിയാണ് നമ്മൾ ഇന്ന് സത്സന്ധ്യ നടത്തുന്നത്. ശിവരാത്രി വരുന്നു. ശിവരാത്രിക്ക് നമ്മുടെ ഇപ്രാവശ്യം ശിവരാത്രിക്ക് ശിവോഹം എന്നുള്ള പേരിൽ 7 ദിവസം സപ്താഹമായിട്ടുള്ളൊരു പരിപാടി നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട അല്ലെങ്കിൽ പരിചയമുള്ള ശ്രീമതി സജന രാജേഷ് ജിയുടെ സഹോദരി ശ്രീമതി സപ്ന നായരാണ് നമ്മൾ ശിവോഹം എന്നുള്ള പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഈ സത്സന്ധ്യ ആരംഭിക്കുകയാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതിയായിട്ട് ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. എല്ലാം പറ്റുമോന്ന് അറിഞ്ഞില്ലെങ്കിലും ഞാനൊന്ന് അവതരിപ്പിക്കാം. ഒന്ന് തുടങ്ങി വെക്കുക. അത്രയാണ്. അജ്ഞാനാന്തർ ഗഗനപതിദാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിക താപപാപാസ്യമാനാ മുക്ത്വാ മൗനം വടവിടവിനോ മൂലദോ നിഷ്പദന്തി ശംഭോർമൂർത്തി ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത് പാദം ശങ്കരം ലോക ശങ്കരം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ജിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹദാം ഭംഗിരുചിഭിർ വാജോഭിർ വാഗ്ദേവീ വദനകമലാ മോദ മധുരൈ. ശങ്കര. വളരെ സന്തോഷം സരസ്വതി. ലയിച്ചിരുന്നു പോയി. നല്ലൊരു തുടക്കം. നന്നായിരുന്നു. തൊണ്ടയ്ക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല.
അതൊക്കെ തോന്നലാണ്. ഇപ്പം സരസ്വതി പറയുകയുണ്ടായി തുടങ്ങിയപ്പോൾ അസുഖമൊക്കെയാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഉള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതൊന്നും തോന്നിയില്ല ഞങ്ങൾക്ക്. ഭഗവാന്റെ കാരുണ്യ കടാക്ഷം എന്നും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യമായി എൻ്റെ അമ്മയെ തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു, ഒരു കീർത്തനം ആലപിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ശ്ലോകം ചൊല്ലുന്നതിനായി. അമ്മ കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. കേൾക്കുന്നുണ്ട്, പക്ഷെ ശബ്ദമൊക്കെ അടഞ്ഞിരിക്കണ. സാരമില്ല, ഈ ശബ്ദത്തിൽ മതി. അന്തരന്തരനായി വിളങ്ങുന്ന തമ്പുരാനെന്നെ കാത്തു രക്ഷിക്കണം, അന്തക ഭയം കൂടാതെ രക്ഷിക്ക, ചെങ്ങന്നൂർ വാഴങ്കവരി പാതേ ജയ. മോടത്തു സേവിക്കോ സമ്പത്തെ നൽകിടും ശങ്കരൻ, ഇന്നടിയനോ സന്തതി നൽകണം, ചെങ്ങന്നൂർ വാഴങ്കവരി പാതേ ജയ. ഈശ്വര നെഞ്ചോർക്കുമ്പോൾ ഐശ്വര്യമുണ്ടിട ഭാഗം തന്നിടും, ഐശ്വര്യമോദത്തു കാണും തോറും, ചെങ്ങന്നൂർ വാഴങ്കവരി പാതേ ജയ. ഉറ്റവരുമുടയ ജനങ്ങളും മാതാപിതാക്കന്മാരായതും മറ്റൊരുത്തരുമല്ലെനിക്കീശ്വര, ചെങ്ങന്നൂർ വാഴങ്കവരി പാതേ ജയ. ൂഴിമേലരാഴിക നേരവും മഴന്നേ നിന്നോ നാര്യത്തോടെ ഞാൻ, പാരിലെ ജന്മം ദുഃഖിപ്പിച്ചിടല്ലേ, ചെങ്ങന്നൂർ വാഴങ്കവരി പാതേ ജയ. തന്നാന്തവ പാദങ്ങൾ കൂപ്പുന്നേനൂറ്റമായ ദുരിതങ്ങൾ നീങ്ങുവാൻ, വേണം വിശേഷിച്ചും, ചെങ്ങന്നൂർ വാഴങ്കവരി പാതേ ജയ. അയ്യാമലയ പാലില്ലൊരു ദുഃഖങ്ങളും ചെയ്ത കീർത്തനം പിഴയെന്നങ്ങിരിക്കലും, തീർത്തടിയനെ രക്ഷിക്കണമേ പൂവൻ മഹേശ്വരം. അന്തരാന്തകനായി വിളങ്ങുന്ന തമ്പുരാനെന്നെ കാത്തു രക്ഷിക്കണം, അന്തകഭയം കൂടാതെ രക്ഷിക്ക, ചെങ്ങന്നൂർ വാഴങ്കവരി പാതേ ജയ. ൗവനത്തിലുമാവോളം താനുമായി വൻപഴം ചർമ്മമോടത്തുടൻ, ദിവ്യനാടകമാടും ശശിധരൻ, ചെങ്ങന്നൂർ വാഴങ്കവരി പാതേ ജയ. ഓം നമ ശിവായ. ഭഗവാനെ തെറ്റുണ്ടെങ്കിൽ ജയിക്കണേ ഗുരുവായൂരപ്പ. എല്ലാം മറന്നു പോകുന്നു ദിവസമൊന്നും ജയിക്കാനൊന്നും പറ്റാത്തതുകൊണ്ടൊക്കെ മറക്കും. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭഗവാന്റെ വളരെ സന്തോഷം അമ്മേ, വളരെ നന്നായിരുന്നു. കുഴപ്പമൊന്നുമല്ല, തെറ്റൊന്നും തോന്നിയില്ല. ഞാൻ അടുത്തതായി നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒരു ചെറിയ പ്രഭാഷണത്തിനായി. അങ്ങയുടെ പ്രഭാഷണം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല, എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സത്സന്ധ്യയിലാണെന്ന് തോന്നുന്നു, എനിക്ക് കയറാൻ സാധിച്ചില്ല. പക്ഷെ അത് നല്ലൊരു പ്രഭാഷണമായിരുന്നു ഉണ്ണികൃഷ്ണൻ നടത്തിയെന്നുള്ളത് എനിക്കൊരു റിപ്പോർട്ട് കിട്ടി. തീർച്ചയായും 10 മിനിറ്റ് സമയം അങ്ങേക്കായി ഇന്നിവിടെ തരികയാണ്. ദയവായി നിങ്ങൾക്ക് എല്ലാവർക്കും. ജയശങ്കര ജയശങ്കര ജയശങ്കര. ഓം ശ്രീ ഗുരുഭ്യോ നമ. കഴിഞ്ഞ സത്സന്ധ്യയില് നമ്മൾ നിർവാണ ഷഡ്കത്തെ കുറിച്ച് സംസാരിക്കാനും അതൊന്ന് ചാൻഡ് ചെയ്യാനും ഒരു അവസരം ലഭിച്ചു. പക്ഷെ ഈ പ്രാവശ്യം അടുത്ത വാരത്തില് ശിവരാത്രി വരുന്നത് കൊണ്ട് ഞാൻ പുരുഷ സൂക്തം
ചാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ പുരുഷ സൂക്തത്തെ കുറിച്ച് എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അതൊരു സാഹസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുരുഷ സൂക്തത്തെ കുറിച്ചും അറിയാവുന്ന പിന്നെ മഹത്തുക്കളാണ് തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ആളുകൾ എല്ലാവരും. അപ്പോ ഞാൻ പറയുന്നതിൽ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കാനും, അതല്ല കുറവാണെങ്കിൽ അതിനെ കുറച്ചുകൂടെ കൂട്ടാനും എല്ലാവരും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു 2-3 ശബ്ദം എനിക്ക് നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവിവേകമാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. ഞാൻ നമ്മുടെ പോസ്റ്റിനോട് അതിന്റെ അനുവാദം ചോദിക്കുന്നു. എന്താ, ഞാൻ ഒന്ന് അതിനെക്കുറിച്ച് 2 വാചകം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കഴിഞ്ഞ ഏതാണ്ട് 5 വർഷമായിട്ട് നമ്മുടെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ വേദിയിൽ നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു സർവകലാശാലയിൽ കിട്ടുന്ന അറിവ് കിട്ടുന്നു എന്ന് പറയാം. കാരണം നമുക്ക് ഞാൻ ആരാണെന്നും സ്വയം അറിയുന്നതിന് ഉതകുന്ന അറിവുകൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ വിളമ്പുന്നുണ്ട്. ദിഗ്വിജയമായാലും ശരി, അദ്വൈത ലഹരി ആയാലും ശരി, അഹം ബ്രഹ്മാസ്മി ആയാലും ശരി, സത്സംഗി ആയാലും ശരി, ബാലശങ്കരമായാലും ശരി, ഇതിൽ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത്, ഞാൻ എന്നെ സംബന്ധിച്ച് പറയാണ്, എനിക്ക് വളരെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ഗീതയില് ഒരു ശ്ലോകം ഉണ്ടായിരുന്നു, മനുഷ്യാണാം സഹസ്രേഷു കച്ചിത് യദതി സിദ്ധയെ യദതാമപി സ്ഥാനാം കച്ചിൻ മാം വേത്തി തത്വതഃ. കാരണം വളരെ ആളുകള് ഈ രംഗത്തേക്ക്, സ്പിരിച്വാലിറ്റിയിലേക്ക്, ആത്മീയതയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിലും വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഇതിലേക്ക് വന്ന് ചേരാൻ കഴിയുന്നുള്ളൂ. അപ്പോ അങ്ങനെ ചേരാൻ കഴിഞ്ഞ ഒരു ഭാഗ്യശാലി എന്ന് ഞാൻ എന്നെ സ്വയം കരുതുന്നു. അപ്പോ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ ഇത്രയും ഭംഗിയായ വിഭവങ്ങള്, ഭംഗിയായ അറിവുകള് ആളുകൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് വളരെ വിഷമത്തോടുകൂടി 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, പ്രധാനമായിട്ട് നമ്മുടെ ഈ ഓരോ ആഴ്ചയിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ പ്രോഗ്രാമുകളിൽ ആളുകൾ വളരെ ചുരുക്കമായിട്ട്, ഈവൻ കഴിഞ്ഞ നമ്മുടെ വിശ്വനാഥൻ നമ്പൂതിരി സാറിന്റെ രാമായണത്തെ കുറിച്ച ക്ലാസ്സിൽ ഞാൻ ഇനിയും ഒന്നുകൂടെ അപേക്ഷിക്കുകയാണ്. എനിക്ക് ആ 46ാമത്തെ എപ്പിസോഡ് കിട്ടിയിട്ടില്ല, രാമായണത്തിന്റെ അവസാന ഭാഗം. അതൊന്ന് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അത് യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ തീർച്ചയായിട്ടും കനിവുണ്ടാകണം. കാരണം അത്രയും അറിവുകളാണ് അതിനകത്തൂടെ ആ ഓരോ മീറ്റിങ്ങിലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ശരിക്കും അനുഭവിക്കാൻ, ഇത് മനസ്സിലാക്കാൻ, ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ ആളുകൾ ഇത്രയും ചാർട്ടറുള്ള ഈ ഒരു സംഘടനയിലെ ആളുകൾ വളരെ ചുരുക്കമായിട്ട് മാത്രമേ കാണൂ. 17-18 പേരൊക്കെയാണ് സാധാരണ നമ്മുടെ ഇതിൽ. അപ്പോ തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ ഓരോ ചാപ്റ്ററിന്റെയും കോർഡിനേറ്റേഴ്സിനോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, നമ്മുടെ ആളുകളെ അറിവുള്ളവരാക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതിന് കൂടുതൽ ആളുകൾ നമ്മുടെ ഈ പരിപാടികൾ അറ്റൻഡ് ചെയ്യണം, അവർ കേൾക്കണം. കേട്ടാൽ നമ്മുടെ മിഷൻ വളരെ സക്സസ് ആകും. അതുകൊണ്ട് ആ ഒരു റിക്വസ്റ്റ് ആണ് ഒന്നുള്ളത്. രണ്ടാമത് പറയാനുള്ളത്, സത്സന്ധ്യ അല്ലെ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയാൽ നന്നായിരിക്കും. അതായത് തുടക്കത്തിലൊരു ദീപപ്രജ്വലനം അല്ലെങ്കിൽ അവസാനം ഒരു ആരതി, ഇതൊക്കെ ചെയ്യുമ്പോൾ
കുറച്ചും കൂടെ അതിനെ മിഴിവുള്ളതാക്കാൻ കഴിയും എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പിന്നെ ഈ കീർത്തനങ്ങൾ മാത്രമല്ലാതെ നമ്മുടെ ഇത്രയും ക്ലാസ്സുകളിൽ ഇപ്പോൾ അദ്വൈത ലഹരി ആയാലും ശരി, അഹം ബ്രഹ്മാസ്മി ആയാലും ശരി, ദിഗ്വിജയമായാലും ശരി, ഇങ്ങനെയുള്ള ഈ ക്ലാസ്സുകളിൽ കിട്ടുന്ന അറിവുകൾ ആരെങ്കിലും ഒരാള് അത് ഒരു സെഷൻ 1-2 പേര് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ അത് ഇതിന് കുറച്ചും കൂടെ നമ്മുടെ ഈ സത്സന്ധ്യയ്ക്ക് കുറച്ചും കൂടെ ആക്കം കൂട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോ ഇത്രയും എനിക്ക് നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് പറയാനുണ്ടായിരുന്നു. അത് പറഞ്ഞത് അവിവേകമാണെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക. ഞാൻ ഇപ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പുരുഷ സൂക്തത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ചത് കഴിഞ്ഞ അടുത്ത വാരത്തിൽ വരുന്ന ശിവരാത്രിയോടെ കണക്കാക്കിക്കൊണ്ടാണ്. വേദേഷു പൗരുഷം സൂക്തം ധർമ്മശാസ്ത്രേഷു മാനവം ഭാരതേ ഭഗവത്ഗീത പുരാണേഷു ച വൈഷ്ണവം. അതായത് വേദങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായത് പുരുഷ സൂക്തവും ധർമ്മശാസ്ത്രങ്ങളിൽ മനുധർമ്മശാസ്ത്രവും മഹാഭാരതത്തിൽ ഭഗവത്ഗീതയും പുരാണങ്ങളിൽ വിഷ്ണു പുരാണവുമാണ് ശ്രേഷ്ഠം എന്ന് ഞാനല്ല പറഞ്ഞത്, പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോ ഈ പുരുഷ സൂക്തം ഇത്രയും ശ്രേഷ്ഠമാണെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പുരുഷ സൂക്തം വേദത്തിൽ നിന്ന് വന്നതാണ്. ഈ വേദങ്ങള് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പല ക്ലാസ്സുകളിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇത് ഈശ്വര നിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഇത് അപൗരുഷേയങ്ങളാണ്, അതായത് മനുഷ്യൻ രചിച്ചതല്ല. പക്ഷേ ഈ നിശ്വാസങ്ങള് സോണിക് വേവ്സ് ആയിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈ വേവ്സിനെ നമ്മുടെ പൂർവികരായ ഋഷിവര്യന്മാര് അവരുടെ പ്രത്യേകമായ യോഗസിദ്ധിയിൽ കൂടി ആ വേവ്സിനെ മനസ്സിലാക്കിയെടുത്തിട്ട് അതിനെ പ്രത്യേക മീറ്ററുകളിൽ അവരുടെ ശിഷ്യരിലേക്ക് പകർന്നു, അവരിൽ നിന്ന് അവരുടെ ശിഷ്യരിലേക്ക് പകർന്നു. അങ്ങനെ ശിഷ്യന്മാർ ഗുരുപരമ്പരയിൽ കൂടി വന്ന ആയതുകൊണ്ട് ഇത് ശ്രുതി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ ശ്രുതി, സ്മൃതി, പുരാണങ്ങൾ ഇത് നമുക്ക് പിന്നീടുണ്ട്. അപ്പൊ അങ്ങനെ വന്ന ഈ വേദത്തിലെ പുരുഷ സൂക്തം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്, വേദമന്ത്രമാണ്. പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മറ്റാളുകൾ ചിന്തിക്കും, എന്തുകൊണ്ട് സ്ത്രീ ഇല്ല? അപ്പോ ഇത് പുരുഷൻ എന്ന് പറയുന്നത് ലിംഗഭേദങ്ങൾക്ക് അതീതനാണ്, ദേഹഭാവത്തിന് അതീതനാണ്. വേദങ്ങളിൽ ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണത്വാ പുരുഷ, എല്ലാം തികഞ്ഞതാണ്, പൂർണ്ണമാണ് ഇതിൽ നമ്മൾ പ്രതിപാദിക്കുന്ന പുരുഷൻ, അതായത് വിരാട പുരുഷൻ. വേറൊന്ന് പറയുന്നത് പുരോവാസേ ഇതി പുരുഷ. ഗീതയിൽ ഒരു ഭാഗമുണ്ട്, നവദ്വാരേ പുരേ ദേഹി. അപ്പൊ നമ്മുടെ ദേഹമാണ്, ഈ ദേഹത്തിൽ വസിക്കുന്നതാണ് പുരുഷൻ. പുരുഷൻ എന്ന് പറയുന്ന ആ വിരാട് പുരുഷനാണ്. അതായത് ഈശ്വരൻ നിന്ന് ഹിരണ്യഗർഭത്തിൽ നിന്ന് ഹിരണ്യഗർഭ പ്ലസ് എല്ലാ ജീവജാലങ്ങളും ചേർന്ന ഒരു ഇതാണ് വിരാട് പുരുഷൻ. ആ വിരാട് പുരുഷന്റെ ഒരു ഭാവമാണ് നമ്മൾ ഗീതയിലെ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഗീതയിൽ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അനാദിമധ്യാന്തം അവർണ്ണനീയം അനന്തബാഹും ശശി സൂര്യനേത്രം പശ്യാമിത്വാം ദീപ്തഭൂതാശവക്ത്രം സ്വതേജസാ വിശ്വമിതം തപന്തം. അപ്പോ അത്ര വർണ്ണിക്കുന്ന ആ വിരാട് പുരുഷനെയാണ്, വിരാട് പുരുഷന്റെ സൂക്തമാണ് ഇതില് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഈ പുരുഷ സൂക്തത്തിന്റെ പ്രാധാന്യം കൊണ്ട്
പുരുഷ സൂക്തം 4 വേദങ്ങളിലും ഉണ്ട്. 18 മന്ത്രങ്ങളുള്ള പുരുഷ സൂക്തം കൃഷ്ണ യജുർവേദത്തിൽ 18 ഉണ്ട്. എന്നാൽ ഋഗ്വേദത്തില് അത് 16 എണ്ണമേ ഉള്ളൂ. സാമവേദത്തില് 7 എണ്ണമേ ഉള്ളൂ. അപ്പോ ഈ ഓരോ ഋഗ്വേദത്തിലുണ്ട്, യജുർവേദത്തിലുണ്ട്, സാമവേദത്തിലുണ്ട്, അഥർവണവേദത്തിലുണ്ട്. 4 വേദങ്ങളിലും പുരുഷ സൂക്തം പ്രതിപാദിക്കുന്നുണ്ട്, പുരുഷ സൂക്തമുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷ സൂക്തത്തിന്റെ മഹാത്മ്യം വീണ്ടും ഒന്നുകൂടി കൂടുന്നു. പിന്നെ പറയുന്നത് പുരുഷ സൂക്തം ജപിക്കുന്ന ആളിന് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ്. നമകം ചമകം ചെയ്വ പൗരുഷം സൂക്തമേവച്ച്, നമകം ചമകം ചെയ്വ പൗരുഷം സൂക്തമേവച്ച് നിത്യം ത്രയം ജപേ പുമാൻ ബ്രഹ്മലോകേ മഹീയതേ. ഇതിൽ നിന്ന് പുരുഷ സൂക്തത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കും. അതായത് രുദ്രത്തില് നമകവും ചമകവും അത് കഴിഞ്ഞ് പുരുഷ സൂക്തവും ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ചൊല്ലിക്കുന്ന ആള് വിഷ്ണു ലോകം പ്രാപിക്കാൻ അർഹനായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത വരുന്ന ശനിയാഴ്ച ശിവരാത്രിക്ക് തീർച്ചയായും ഈ 3 എല്ലാവരും ചൊല്ലാൻ മനസ്സ് വെക്കുമെന്ന് കരുതുന്നു. പിന്നെ പുരുഷ സൂക്തത്തിന്റെ മറ്റൊരു പ്രാധാന്യത എന്ന് പറയുന്നത്, ഒരു ബ്രഹ്മചാരി ആദ്യം പോകുന്നത് ഗായത്രി പഠിക്കാനാണ്. ആ ഗായത്രി കഴിഞ്ഞാൽ പിന്നെ വേദം പഠിക്കുന്നതിന് മുമ്പ് വേദം പഠിക്കുന്നതിന് വേദ ക്ലാസ്സിലേക്ക് ചേരുമ്പോൾ ആദ്യമായി പഠിക്കുന്ന വേദം പുരുഷ സൂക്തമാണ്. അപ്പൊ പുരുഷ സൂക്തത്തിന് അവിടെയും അർത്ഥമുണ്ട്. പുരുഷ സൂക്തം ഇത് കൂടാതെ ജപത്തിൽ ഉപയോഗിക്കാറുണ്ട്, മെഡിറ്റേഷൻ പുരുഷ സൂക്തം ഉപയോഗിക്കാറുണ്ട്, പുരുഷ സൂക്തം ചൊല്ലാറുണ്ട്. ക്ഷേത്രങ്ങളിലെ വിഗ്രഹ പ്രതിഷ്ഠകൾ നടത്തുമ്പോൾ ഈ പുരുഷ സൂക്തം ജപിക്കാറുണ്ട്. ഭാഗവത്തില് ദശമസ്കന്ധത്തില് ഭഗവാനെ പ്രത്യക്ഷത്തിൽ വരുത്തുവാൻ വേണ്ടി ബ്രഹ്മാവ് പുരുഷ സൂക്തം ഉരുവിടുന്നുണ്ട്. മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിലും പുരുഷ സൂക്തം ഉരുവിടുന്നത് കാണാം. അപ്പോ ഇത്രയും മഹത്തായ ഇത് പുരുഷ സൂക്തം സൃഷ്ടിയെ ആശ്രയിച്ച് ഇരിക്കുന്നതാണ്. ജീവ ജഗത് ഈശ്വര, ഈ തത്വങ്ങളാണ് പുരുഷ സൂക്തത്തിന്റെ കണ്ടൻസ്. പുരുഷ സൂക്തത്തിലെ കാതൽ സമഷ്ടി ആണ്. അതായത് വ്യഷ്ടി എന്ന് പറയുന്നത് ചുരുക്കി ഒരു ജീവന്റെയാണ്, സമഷ്ടി എന്ന് പറയുന്നത് പൂർണ്ണമായ ലോകത്തിന്റെയാണ്. അതിനെ പ്രതിപാദിപ്പിക്കുന്നതാണ് സമഷ്ടിയുടെ സൃഷ്ടിയിലേക്കാണ് പുരുഷ സൂക്തത്തിന്റെ കാതൽ കടന്നു ചെല്ലുന്നത്. പുരുഷ സൂക്തത്തില് ഒരു ഭാഗമുണ്ട്. അതായത് പല ഭാഗങ്ങളിലും പറയാറുണ്ട് പുരുഷ സൂക്തം കൂടുതൽ കാസ്റ്റ് വർണ്ണ വിവേചനത്തിന് ഒരുപാട് മുൻതൂക്കം കൊടുക്കുന്നു എന്ന്. തിരിച്ചാണത്. പുരുഷ സൂക്തത്തിൽ ഇത്ര ഭംഗിയായ, അതായത് പുരുഷ സൂക്തത്തിൽ പറയുന്നത് ബ്രാഹ്മണോ മുഖമാസീത്, വിരാട് പുരുഷന്റെ മുഖമാണ് ബ്രാഹ്മണൻ. അതായത് മുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവിന്റെ, നമ്മുടെ എല്ലാ വികാരങ്ങളുടെയും പ്രതിഫലിപ്പിക്കുന്ന ഭാഗമാണ് മുഖം. പറയാൻ കഴിയുന്നത്, ആലോചിക്കാൻ കഴിയുന്നത്, തിങ്കിങ് ടാങ്ക് എന്ന് പറയുന്നത് ബ്രാഹ്മണരാണ്. അപ്പോ ബ്രാഹ്മണക്ക് മുഖം ആണ്. ബ്രാഹ്മണോ മുഖമാസീത് എന്ന് പറയുമ്പോൾ തലയും മുഖവും ചേർന്ന ആ ഒരു ഭാഗമാണ് ഈ സമൂഹത്തില് ബ്രാഹ്മണന് വേണ്ടിയിട്ട് വിരാട് പുരുഷൻ കൊടുത്തിരിക്കുന്നത്. ബ്രാഹ്മണോ മുഖമാസീത് ബാഹു രാജന്യകൃത്, കൈകള് കൊടുത്തിരിക്കുന്നത് ഡിഫെൻഡ് ആൻഡ് ഒഫൻസ്, അതായത് രക്ഷയ്ക്കും ലീഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. അവരെയാണ് ക്ഷത്രിയരായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ബ്രാഹ്മണോ മുഖമാസീത് ബാഹു രാജന്യകൃത് ഊരു തദസ്യ യത്വൈശ്യഃ, വൈശ്യര് ശരീരത്തിലെ ഏറ്റവും വലിയ എല്ലാണ് തുടയല്. ശരീരത്തിനെ താങ്ങി നിർത്തുന്നത് തുടയാണ്. ഒരു സമൂഹത്തിന്റെ
ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് വൈശ്യരാണ്, കായസ്ഥരാണ്. ബാഹു രാജന്യകൃത ഉരു തദസ്യേത്വശ പദ്ഭ്യാം ശൂദ്രോ അജായവ. ശൂദ്രരാണ് കാല്. ഈ കാലില്ലെങ്കിൽ എങ്ങും ഓടി നടക്കാൻ പറ്റില്ല. അപ്പോ ആ ശരീരത്തിന്റെ മൂവ്മെന്റിന്, ശരീരത്തിനെ ചലിപ്പിക്കുന്നതിന് തീർച്ചയായും കാല് വേണം. അപ്പോ ആരെങ്കിലും പറയുകയാണ് ഈ കാലാണോ ശൂദ്രൻ, അപ്പോ ഏറ്റവും താഴെയല്ലേ? അല്ല. നമ്മള് ഗുരുവിനെ വന്ദിക്കുന്നത് ഗുരുവിന്റെ പാദത്തിലാണ് വന്ദിക്കുന്നത്. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് അവരുടെ പാദത്തിൽ സ്പർശിച്ചാണ്. അപ്പോ പാദം, ഗുരുവിന്റെ അടുത്ത്, മാതാവിന്റെ അടുത്ത് ദൈവത്തിനെ ആരാധിക്കുന്നവരെ എല്ലാം നമ്മൾ വണങ്ങുന്നത് അവരുടെ പാദത്തൊട്ടാണ്. അപ്പോ ആ പാദത്തിന് അത്രയ്ക്ക് വിശേഷമുണ്ട്. അതാണ് ശുദ്ധൻ. അപ്പോ ആ ശരീരത്തിന്റെ 4 ഭാഗങ്ങളാണ്. ഇതിൽ ആരും ഒന്നും മെച്ചമല്ല. ഈ ഘടനയാണ് സമൂഹത്തിൽ ഈ വർണ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. അപ്പൊ ഒരു വർണ്ണവും ഒന്നിനൊന്ന് മെച്ചമല്ല. ഈ എല്ലാ വർണ്ണങ്ങളും കൂടിയെങ്കിൽ മാത്രമേ ആ സമൂഹം അഭിവൃദ്ധിപ്പെടുത്തുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. അപ്പോ ഈ ചാതുർവർണ്ണ്യത്തിനെ കുറിച്ച് ഇത്ര ഭംഗിയായിട്ട് പുരുഷ സൂക്തത്തിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് പുരുഷ സൂക്തത്തിന്റെ മഹാത്മ്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഇനി പുരുഷ സൂക്തത്തിലേക്ക് ഞാൻ കടങ്ങുകയാണ്. പുരുഷ സൂക്തം ചൊല്ലുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഏറ്റവും നല്ലതായിരിക്കും അത് നമകം ചമകം ചൊല്ലിക്കഴിഞ്ഞ് പുരുഷ സൂക്തം ചൊല്ലുന്നത്. നമകത്തില് 11 അനുവാദങ്ങളുണ്ട്, ചമകത്തിലും 11 അനുവാദങ്ങളുണ്ട്. ചമകത്തിലെ 3-ാം അനുവാദം ചൊല്ലിയതിന് ശേഷമാണ് നമകം സാധാരണ ഉരുവിടാറുള്ളത്. അപ്പോ ഞാൻ ഇപ്രാവശ്യം നമകവും ചമകവും ചൊല്ലുന്നില്ലെങ്കിലും ആ 3-ാം അനുവാദം ചൊല്ലിയതിനു ശേഷം പുരുഷ സൂക്തം ചൊല്ലാമെന്ന് കരുതുന്നു. ഓം ശഞ്ചമേ മയശ്ചമേ പ്രിയം ചമേനു കാമശ്ചമേ കാമശ്ചമേ സൗമനസശ്ചമേ ഭദ്രം ചമേ ശ്രേയശ്ചമേ വശ്യശ്ചമേ യശശ്ചമേ ഭഗശ്ചമേ ദ്രവിണം ചമേ യന്താചമേ ധൃത്താചമേ ക്ഷേമശ്ചമേ ധൃതിശ്ചമേ വിശ്വം ചമേ മഹശ്ചമേ സംവിച്ഛമേ ജ്ഞാത്രം ചമേ സൂശ്ചമേ പ്രസൂശ്ചമേ സീരം ചമേ ലയശ്ചമേ ഘൃതം ചമേ മൃതം ചമേ യഷ്ണം ചമേ നാമയച്ഛമേ ജീവാതുച്ഛമേ ദീർഘായുത്വം ചമേ നമിത്രം ചമേ ഭയം ചമേ സുഖം ചമേ ശയനം ചമേ സൂഷാ ചമേ സുദിനം ചമേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തച്ഛയ്യോരാവൃണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപതയേ ദേവീ സ്വസ്തിരസ്തു നഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ജിഗാതു ഭേഷജം ശന്നോ അസ്തു ദ്വിപദേ ശം ചതുഷ്പദേ. ഓം ശാന്തി ശാന്തി ശാന്തി. സഹസ്രശീർഷാ പുരുഷഃ സഹസ്രാക്ഷഃ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം പുരുഷ ഏവേദഗും സർവം യദ്ഭൂതം യശ്ച ഭവ്യം ഉദാമൃതത്യശേഷാനഃ യദന്നേനാതിരോഹതി ഏതാവാനസ്യ മഹിമാ അതോ ജ്യായാഗുംശ്ച പൂരുഷഃ പാദോസ്യേഹാഭവാത് പുനഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി ഉദയപുരുഷഃ പാദോസ്യേഹാഭവാത് പുനഃ തതോ വിശ്വംഗക്രാമത് ശാസനാനശനേ അഭി തസ്മാത് വിരാടജായത വിരാജോ അതിപൂരുഷഃ സജാതോ അത്യരിച്ചത് പശ്ചാത് ഭൂമിമധോ പുരഃ യത് പുരുഷേണ ഹവിഷാ ദേവാ യജ്ഞമതന്വത് വസന്തോ അസ്യാസീദാജ്യം ഗ്രീഷ്മ ശരത് കവിഃ
സപ്താസ്യാസൻ പരിതയഃ ത്രിസപ്തഃ സമിതഃ കൃതാഃ ദേവാ യജ്ഞം തന്വാനാഃ അഭഗ്നൻ പുരുഷം പശും തയ്യജ്ഞം ബർഹിഷി പ്രോക്ഷन् പുരുഷം ജാതമഗ്രത തേന ദേവാ അയജന്ത സാധ്യാ ഋഷയശ്ച യേ തസ്മാത് യജ്ഞാത് സർവഹുതഃ സംഭൃതം പൃഷദാജ്യം പശുഗുസ്താഗുശ്ചക്രേ ആവായവ്യാൻ ആരണ്യാൻ ഗ്രാമ്യാശ്ച യേ തസ്മാത് യജ്ഞാത് സർവഹുതഃ ഋജഃ സാമാനി യജ്ഞിരേ ഛന്ദാഗുംസി യജ്ഞിരേ തസ്മാത് യജുസ്തസ്മാദജായത തസ്മാദിശ്വാ അജായന്ത ഏകേ ചോഭയാദദഃ ഗാവോഹ യജ്ഞിരേ തസ്മാത് തസ്മാജാതാ അജാവയഃ യത്പുരുഷം വ്യദദൂഃ കതിതാ വ്യകൽപ്പയൻ മുഖം കിമസ്യ കൗ ബാഹു കാവോ രൂപാദാ ഉച്യേതേ ബ്രാഹ്മണോ ഓസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യേത്വൈഷഃ പദ്ഭ്യാം ശൂദ്രോ അജായത ചന്ദ്രമാ മനസോ ജാതഃ ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാത് വായുരജായത നാഭ്യാ ആസീദന്തരിക്ഷം ശീർഷ്ണോദ്യോ സമവർത്തത പദ്ഭ്യാം ഭൂമിർദിശ ശ്രോത്രാത് തഥാ ലോകാഗും അകൽപ്പയൻ വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസസ്തു വാരേ സർവാണി രൂപാണി വിചിത്യ ധീരഃ നാമാനി കൃത്വാപി വദൻ വദാസ്തേ ധാതാ പുരസ്താദ്യമുദാ ജഹാര ശക്രപ്രവിദ്വാൻ പ്രതിശശ്ചതസ്രഃ തമേവം വിദ്വാൻ അമൃതൈഹ ഭവതി നാന്യപന്ഥാ അയനായ വിദ്യതേ യജ്ഞേന യജ്ഞമയജന്ത ദേവാഃ താനി ധർമാണി പ്രഥമാന്യാസൻ തേഹനാകം മഹിമാനഃ സജന്തേ യത്ര പൂർവേ സാധ്യാ സന്തി ദേവാഃ അഭ്യഃ സംഭൂത പൃഥിവ്യൈരസാച്ച് വിശ്വകർമ്മണഃ സമവർത്തതാധി തസ്യ തുഷ്ടാവി തദ്രൂപമേതി തത്പുരുഷസ്യ വിശ്വമാജാനമഗ്രേ വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃ പരസ്താത് തമേവം വിദ്വാൻ അമൃതൈഹ ഭവതി നാന്യപന്ഥാ വിദ്യതേയനായ പ്രജാപതിശ്ചരതി ഗർഭേ അന്തഃ അജായമാനോ ബഹുധാ വിജായതേ തസ്യ ധീരാ പരിജാനന്തി യോനിം മരീചീനാം പദമിച്ഛന്തി വേദസഃ യോ ദേവേഭ്യ ആദപതി യോ ദേവാനാം പുരോഹിതഃ പൂർവോ യോ ദേവേഭ്യോ ജാതഃ നമോ രുചായ ബ്രാഹ്മയേ രുചം ബ്രാഹ്മ്യം ജനയന്തഃ ദേവാ അഗ്രേ തദബ്രുവൻ യസ്ത്വൈവം ബ്രാഹ്മണോ വിദ്യാത് തസ്യ ദേവാ അസൻവശേ ക്രീശ്ച്യതേ ലക്ഷ്മീജ്ഞപത്യോ അഹോരാത്രേ പാർശ്വേ നക്ഷത്രാണി രൂപം അശ്വിനോ വ്യാപ്തം ഇഷ്ടം മനുഷ്യാണ് അമും മനുഷ്യാണ് സർവം മനുഷ്യാണ് ഓം ശാന്തി ശാന്തി ശാന്തി. ജയശങ്കർ. വളരെ സന്തോഷം ഉണ്ണികൃഷ്ണ സർ. തീർച്ചയായും അങ്ങയുടെ സജഷൻസ് ഒക്കെ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഇതേപോലുള്ള പരിപാടികൾ അങ്ങനെയൊക്കെ അറിയാം. കഴിഞ്ഞ 4 വർഷമായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷേ പലരും അഭിപ്രായപ്പെടുന്ന പോലെ ആൾക്കാരുടെ അല്ലെങ്കിൽ അംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല. ഇന്ന് തന്നെ പലരും എന്നോട് സൂചിപ്പിച്ചു, ഈവൻ നമ്മുടെ അഭിലാഷ് അടക്കമുള്ളവർ സൂചിപ്പിക്കുകയും ചെയ്തു, എന്തുകൊണ്ട് മറ്റുള്ളവർ മുന്നിലേക്ക് വരുന്നില്ല. അപ്പം അതിനെന്താണ് പറയുക? നമ്മൾ ഈ പറയുന്ന പോസ്റ്റുകൾ തയ്യാറാക്കിയിട്ട് ആ ഗ്രൂപ്പുകൾ അറിയിക്കുന്നുണ്ട്. അതായത് കോർഡിനേറ്റർമാരുടെ ചുമതലയാണ് അതാത് ചാപ്റ്ററുകളിൽ നിന്ന് മറ്റുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള വ്യഗ്രത കാണിക്കേണ്ടത് അവരൊക്കെ തന്നെയാണ്. നമ്മളൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഞങ്ങളൊക്കെ ഉണ്ടാവും. എന്നും കാണുന്ന, ചിലപ്പോൾ സുരേഷേട്ടൻ പറയാറുണ്ട്, എന്നും കാണുന്ന മുഖങ്ങൾ തന്നെയാണ് എല്ലായ്പ്പോഴും ഉണ്ടാവാറുള്ളത്.
പക്ഷെ അതിനൊന്നും ഒരു മാറ്റം ഇതൊക്കെ ഉണ്ടാവുന്നില്ല. അവർക്ക് പക്ഷെ മാറ്റം നഷ്ടമാണ് ഉണ്ടാവും. സാറേ. കാരണം നമ്മുടെ പണ്ട് ആരോ പറഞ്ഞ പോലെ ഇതൊക്കെ നെഗറ്റീവ് ആണെന്ന് അല്ല, തോന്നുന്നു. നമ്മുടെ ഇത്രയും ഉദ്ദേശങ്ങൾക്ക് കാലതാമസം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നും തോന്നുന്നു അല്ലേ, എന്ന് പറഞ്ഞതുപോലെ. ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട്, ആ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇത് ആളുകളുടെ മനസ്സിൽ എത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാകുന്നുണ്ട്. അത് ശരിയാണ്. ഇതിപ്പം എന്ത് ശരിയാണ്. കാലമാണ്, ഇത് കാലത്തിന്റെ ഇതല്ലേ. പിന്നെ അങ്ങ് പറഞ്ഞ പോലെ പുരുഷ സൂക്തം, അത് സുരേഷ് ഏട്ടൻ എന്തോ പറയാൻ വന്ന പോലെ എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ മൈക്ക് മ്യൂട്ടാണ് സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടന്റെ മൈക്ക് മ്യൂട്ടാണ്. അദ്ദേഹം എന്തോ പറയുന്നുണ്ട്, പക്ഷെ കേൾക്കാൻ കഴിയുന്നില്ല. ഉണ്ണികൃഷ്ണൻ സാറിന്റെ പ്രഭാഷണം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. തീർച്ചയായും എന്നും മറക്കാതെ നമുക്ക് സ്മരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ പരിചിത മുഖങ്ങളാണ് പലപ്പോഴും കാണുന്നത്. ഇന്ന് എന്താ പറയാ, ആകസ്മികമായിട്ടാണെന്ന് പറയാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളും. അതെ, അത് പറയാതിരിക്കുവാൻ വയ്യ. കാര്യം നല്ല ഒരു പ്രഭാഷണവും നല്ല ഒരു മന്ത്രവും ഒക്കെ കേൾക്കാൻ പറ്റി. വളരെ സന്തോഷം ഉണ്ണികൃഷ്ണൻ സാർ. സുരേഷ് ഏട്ടൻ ട്രെയിനിലാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സുരേഷ് ഏട്ടൻ ഇടയ്ക്ക് കട്ടായി പോയി അങ്ങയുടെ യാത്രയിലായത് കാരണമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും പുരുഷ സൂക്തം നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ രാവിലെ ഭഗവാന് അഭിഷേകം ചെയ്യുന്നതിന്, അത് എല്ലാ ദേവതകൾക്കും ഉപകരിക്കപ്പെടുന്ന ഒരു മന്ത്രമാണ് ഈ പുരുഷ സൂക്തം എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അർത്ഥവത്തും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ തന്നെ അതിൻ്റെ കൂടുതൽ അതിൻ്റെ ഉൾത്തലങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അതൊക്കെ വാമനേട്ടനെ പോലുള്ള പണ്ഡിതർക്ക് വിടുന്നു ആ കാര്യങ്ങളൊക്കെ. അതിനകത്ത് അഭിപ്രായം പറയുവാനായി. എന്നാലും വളരെ നല്ലൊരു പ്രഭാഷണം. തീർച്ചയായും അങ്ങയുടെ അതേപോലെ തന്നെ ഇപ്പോൾ സത്സന്ധികളിൽ അങ്ങ് പറഞ്ഞു ഇതുപോലെ ഒരു ആരതിയൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാവണമല്ലോ. മാറ്റം ആര് കൊണ്ടുവരുന്നു അതിന് തീർച്ചയായിട്ടും അതിന് മാറ്റം ഉണ്ടാവും. അപ്പം അതിനുള്ള ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഓരോരുത്തർ നൽകുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എങ്ങനെയാണ് ഏത് രീതിയിൽ നടത്തണം. പലപ്പോഴും നമ്മൾ ചില സത്സന്ധികളിൽ തന്നെ ആദ്യം ഇത് വന്ന് പ്രഭാഷണം കൊണ്ടുവരാറുണ്ട്. പല കീർത്തനങ്ങൾ മറ്റുള്ളവർ പാടുന്ന അല്ലെങ്കിൽ സന്ധ്യാനാമങ്ങൾ, ഇതൊക്കെ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വിഭിന്നങ്ങളായ പരിപാടികൾ അതിനനുസരിച്ച് നമ്മൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങയുടെ എന്താ പറയുക, അങ്ങയുടെ ആ ഒരു ഇത് നമ്മൾ തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അടുത്ത് വരുന്ന സത്സന്ധികളൊക്കെ നമുക്ക് അങ്ങനെ ആ രീതിയിലൊക്കെ മാറ്റുവാൻ ശ്രമിക്കുന്നതാണെന്ന് ഉറപ്പ് നൽകുന്നു. വളരെ സന്തോഷം അങ്ങയുടെ ഈ ഒരു പ്രഭാഷണത്തിന്. ഞാൻ 2 വാക്ക് സംസാരിക്കുന്നതിനായി, കാരണം അതിൽ വിട്ടുപോകണ്ടെന്ന് കരുതിയിട്ടാണ് വാമനേട്ടൻ്റെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഉണ്ണികൃഷ്ണ സാറിൻ്റെ പുരുഷ സൂക്തത്തെക്കുറിച്ചുള്ള ആ ഒരു ഇതിനെക്കുറിച്ച്, ചർച്ചയെക്കുറിച്ച് ഒന്ന് സംസാരിക്കുവാൻ വാമനേട്ടൻ. അങ്ങയുടെ മ്യൂട്ട് മാറ്റിക്കൂ. കേരളത്തില് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചെറിയ കുംഭമേള നടന്നു. ആ നെള്ളാനദിയില് 1000 അല്ല 10,000 അല്ല ലക്ഷക്കണക്കിന് പുണ്യാത്മാക്കള് വന്നുപോയ ഭൂമിയില് സത്യം പറഞ്ഞാൽ അവിടെ എത്തുന്ന ഓരോ മൺതരിയും ഭാരതത്തിന്റെ ആത്മീയതയുടെ ആ പ്രൗഢഗംഭീരമായിരിക്കുന്ന ഒത്തുചേരൽ വിളിച്ച് ഓതുകയായിരുന്നു. കാരണം പല പത്രമാധ്യമങ്ങളും രാഷ്ട്രീയക്കാരൊക്കെ ഉപേക്ഷിച്ചിട്ടും ആ ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസ്ഥത ഉൾക്കൊള്ളുന്ന ഭാരതീയരായ ഹൈന്ദവര് ഒത്തുചേർന്ന ആ നിളാഭൂമി അത്ഭുതമായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് അഭിമാനിക്കേണ്ട ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവിടെ വളരെ വളരെ മുൻപന്തിയിൽ കാര്യങ്ങൾ ചെയ്യാൻ, ആഹാരം മറ്റും കൊടുക്കാനായിട്ട് നമ്മുടെ ആദിശങ്കരായിട്ട് നമ്മളെ സഹായിക്കുന്ന അമ്മ എന്ന ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പങ്കെടുത്തുള്ളത് അഭിമാനകരമായിട്ട് എനിക്ക് തോന്നി. അത് മാത്രമല്ല, ആ നിളാഭൂമിയിൽ നമുക്കറിയാം, ഭാരതപ്പുഴയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, ലക്ഷങ്ങൾ ചെന്ന് കഴിഞ്ഞാലും ഒന്നുമില്ല കാണാൻ. അത്രയും വിശാലമായ മണൽത്തിട്ടയാണ് അല്ലേ ഇവിടെ. അതുമല്ല, ബ്രഹ്മാവിന്റെയും ശിവന്റെയും വിഷ്ണുവിന്റെയും സംഗമസ്ഥാനമായിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ നടന്ന കുംഭമേള മഹാ അത്ഭുതമായിരുന്നു. തീർച്ചയായിട്ടും പലരും അതിനെ ഇകഴ്ത്താൻ ശ്രമിച്ചെങ്കിലും അതിനെ എല്ലാവരും പോയ ഓരോരുത്തരുടെയും മനസ്സിൽ വളരെ ഗംഭീരമായി പതിഞ്ഞു വന്നത്. അത് മാത്രമല്ല,
ആ ആരതി അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക, ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ആര് എല്ലാവരും അപ്രത്യക്ഷരാവുകയാണ്. വളരെ ശുദ്ധിയോടുകൂടി, വൃത്തിയോടുകൂടി, ഭക്തിയോടുകൂടി, ഒത്തൊരുമയോടുകൂടി കേരളത്തിന്റെ അല്ല ഭാരതത്തിന്റെ സംസ്കാരം വിളിച്ച ഒരു വലിയൊരു അത്ഭുതമായിരുന്നു അക്കുംഭമേള. അതിന് പങ്കെടുത്ത ഒരുപാട് പുണ്യാത്മാക്കളുണ്ട്, എനിക്കറിയാം. മാത്രമല്ല ആ പുണ്യം ഭയങ്കരമാണ് അവിടെ. അതൊന്നും അവിടെ ഒന്ന് പോയാൽ തന്നെ നമുക്ക് ആ മഹത്വം മനസ്സിലാവും. ആയിക്കോട്ടെ, ഇനി അടുത്ത വർഷമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം. പിന്നെ പുരുഷ സൂക്തത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ചെറിയ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും അത് വളരെ അർത്ഥഗർഭമാണ്. കാരണം നമുക്കിപ്പോ മുറജപം നടക്കുമ്പോൾ, ഈ കഴിഞ്ഞ മുറജപം അല്ല, ഞാനൊരു 2-3 മുറജപമായിട്ട് പോകാറുണ്ട്, പോയി ജീവിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിർബന്ധമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സൂക്തങ്ങളെല്ലാം തന്നെ പുരുഷ സൂക്തവും സ്വച്ഛസൂക്തവും അതുപോലെ തന്നെ നമ്മളിപ്പോ സഹസ്രനാമം ജപിക്കുന്നതോടൊപ്പം തന്നെ വേദം, ഇപ്രാവശ്യം എല്ലാ വേദങ്ങളും ഉണ്ടായിരുന്നു. സൂക്തം എന്ന് പറയാൻ നമുക്കറിയാം മൂത്തുകളാണ്. പുരുഷ സൂക്തത്തെ കുറിച്ച് പറയുകയാണെങ്കിലും എത്ര പറഞ്ഞാലും തരില്ല. എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു സങ്കല്പം ഭാരത സംസ്കാരത്തിലല്ല വേറെങ്ങുമില്ല, അല്ലേ? ഭാരത സംസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനായിട്ട് കാണുകയാണ് നാം. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ, അല്ലേ? ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞ പോലെ പുല്ലും പുഴുവും മരവും മനുഷ്യനും എല്ലാം ഈശ്വരൻ, അല്ലെ? പുരുഷസൂക്തം തുടങ്ങുന്നതാണ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ, അല്ലെ? അങ്ങനെ 1000 ശിരസ്സുള്ള ഭഗവാൻ ഈശ്വരൻ വിരാട് രൂപമാണ്. അത് വിഷ്ണുവിനും ശിവനും കൃഷ്ണനും ദേവിക്കും എല്ലാത്തിനും അപ്പുറം വേദസ്വരൂപമാണ്. വളരെ മനോഹരമായ വാക്കുകൾ, കുറച്ച് വാക്കുകളാണെങ്കിലും അദ്ദേഹം വളരെ നല്ല രീതിയിൽ പറയാൻ ശ്രമിച്ചു. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇതേപോലെ ചർച്ചകളൊക്കെ വളരെ നല്ലതാണ്. പിന്നെ എന്തോ നമ്മുടെ ഒരു ഈ ഉത്തരായണം, പിന്നെ പല കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ എപ്പോഴും കയറാൻ കഴിയുന്നില്ല എങ്കിലും മനസ്സിലെപ്പോഴും ഉണ്ട്. പലപ്പോഴും കയറാൻ ശ്രമിക്കും, ഇന്നലെ തന്നെ കയറാൻ ശ്രമിക്കും. അങ്ങ് നെട്ടങ്ങൾ പലയിടത്തായിരുന്നു നെട്ടി കയറുന്നില്ല എങ്കിൽ എല്ലാവരും മനസ്സിൽ ഇനി നമുക്ക് കഴിയുന്നത്ര കയറാം. തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവിനൊക്കെ വളരെ ഗംഭീരമായിട്ട്, ഞാൻ ക്ഷേത്രങ്ങളൊക്കെ പറഞ്ഞൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മൾ പോയ ക്ഷേത്രങ്ങളാണ്, നടന്ന ക്ഷേത്രങ്ങളാണ്, ഗംഭീരമായിട്ട് അതിനകത്തൊക്കെ എഴുതിയിരുന്നു. വളരെ നന്നായിരുന്നു. തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ, എപ്പോഴും കൂടെ ഉണ്ടാവാൻ ശ്രമിക്കുന്നതാണ്. അദ്ദേഹത്തെ പോലെയുള്ള നമ്മുടെ ആദ്യമൊക്കെ അദ്ദേഹം വളരെ ചമ്മി മാറി നിൽക്കുകയായിരുന്നു. ഇപ്പൊ അദ്ദേഹം വളരെ മുന്നോട്ട് വളരെ സന്തോഷം തോന്നി. കാര്യം ഇത്രയും നാൾ കഴിയപ്പോൾ പേരിയാൻ ഓർമ്മയിൽ എന്തിനും അദ്ദേഹം വളരെ മുന്നോട്ട് വന്ന് വളരെ അഡ്വാൻസ് ആയിട്ട് അതിനെയൊക്കെ പഠിച്ച് അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരുപാട് ആളുടെ കാര്യമൊന്നും ഇല്ലാന്നേ. ഇപ്പൊ നമുക്ക് കുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു തുടങ്ങി വെക്കാൻ? അവിടെ തുടങ്ങി വന്നപ്പോൾ 1000-കണക്കിന് അല്ല 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നും കൂടി പത്രകളിൽ അപ്പോൾ കുറച്ച് തുടങ്ങി വെക്കാം. ആത്മാർത്ഥയോട് സമർപ്പണം ചെയ്യുകയാണെങ്കിൽ ആളുകൾ വന്നു കൊള്ളും. നമ്മൾ അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ ആത്മാർത്ഥത്തോടെ സമർപ്പണത്തോടും ചെയ്യും. അപ്പോൾ ആളുകൾ വന്നുകൊള്ളും. നമുക്ക് ഈ ലോട്ടറി അടിച്ച് അല്ലെങ്കിൽ പബ്ലിസിറ്റി ചെയ്തതിൽ പൈസ കൊടുത്ത ആൾ കൂടെ നമുക്ക് കഴിയില്ല. നമുക്ക് വരേണ്ടവർ വന്നുകൊള്ളും. നല്ല പൂവാണെങ്കിൽ ആ പൂവില് വണ്ട് വരാൻ വേണ്ടി പൂ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലേ? ആ പൂ വണ്ടിനകത്തോട്ട് ആ തേൻ ആവശ്യമുള്ള തേനീച്ചകളെ വരികയുള്ളൂ. അല്ലാതെ എല്ലാ ശബ്ദങ്ങൾക്കും ആ തേനീച്ചയിൽ അല്ല പുഷ്പത്തിൽ തേൻ വരാൻ പറ്റുകയില്ല. ആദ്യം പറഞ്ഞ പോലെ മനുഷ്യജന്മം ലഭിച്ചാലും മുക്തിമാർഗത്തിലേക്ക്, ഭക്തിമാർഗത്തിലേക്ക്, ധ്യാനമാർഗത്തിലേക്ക്, മോക്ഷമാർഗത്തിലേക്ക്, ഈശ്വരമാർഗത്തിലേക്ക് ചരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഈശ്വരാനുഗ്രഹം വേണം. അതിലുള്ള മഹാത്മാക്കളിലുള്ള എല്ലാം എനിക്കറിയാം. അത് മാത്രം പോലെ നമുക്ക് കഴിയുന്ന ആൾക്കാരെ കൂട്ടുകയും വേണം. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞത്ര എന്താ പറഞ്ഞില്ലേ, നമ്മളെ പ്രത്യേക ഉത്തരായ നമ്മളെ പോലുള്ള കൊച്ചു കൊച്ചു തിരക്കിലൊക്കെയാണ് ഒരു ചെറിയ ത്വചപ്പുഴൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ കൊച്ചു കൊച്ചു നടക്കുന്നുണ്ട്. എങ്കിലും എല്ലാവരും മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആദിശങ്കര ഇന്റർനാഷണൽ എല്ലാ പ്രവർത്തനം കഴിഞ്ഞത്ര പങ്കെടുക്കാൻ ശ്രമിക്കും. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വളരെ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചുകൊണ്ടത് നമ്മൾ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള പലരും വളരെ ഗംഭീരമായിട്ട് ഇപ്പം ഉഷയ്ക്കായാലും അല്ലെങ്കിൽ ജയകുമാർ പറയേണ്ട കാര്യമില്ല, ചേട്ടൻ നേരത്തെ തന്നെ പഠിച്ചു വരികയാണ്, ജ്യോതിഷം സുരേഷ് ചേട്ടനൊക്കെ. എങ്കിലും ഇദ്ദേഹത്തെ പോലെ പിന്നിലുള്ള ആൾക്കാർ മുന്നിലേക്ക് വരുന്ന നമുക്ക് സന്തോഷം. അദ്ദേഹമൊക്കെ ഇത്രയും പഠിച്ചു പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്, നമുക്കതിന് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും എല്ലാ മഹാത്മാക്കളും കഴിയട്ടെ. ജഗദീശ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആചാര്യസ്വാമികളുടെ പാതാരബന്ധങ്ങളിൽ പ്രണാമിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാക്കി പ്രാപിക്കുന്നു. ജയശങ്കര ജയശങ്കര. സന്തോഷം വാമനേട്ട അങ്ങയുടെ വാക്കുകൾക്ക്. തീർച്ചയായിട്ടും തിരുനാവായിൽ നടന്ന മഹാകുംഭമേളയിൽ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ക്ഷണമുണ്ടായിരുന്നു. ആനന്ദവന സ്വാമിയാരുമായിട്ടും അതേപോലെ തന്നെ അതിന്റെ രക്ഷാധികാരിയായിട്ടുള്ള സുധീർ നമ്പൂതിരിപ്പാട്, മുൻ ശബരിമല മേശാന്തി, അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ ഒരു സാമ്പത്തികത്തിന്റെ ഒരു ഇത് വന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ മലപ്പുറം ചാപ്റ്റർ അതേപോലെയുള്ള ചാപ്റ്റർ നമുക്ക് ആൾക്കാരുടെ പ്രസൻസ് കുറവായിരുന്നു. ഫിസിക്കലായിട്ട് അവിടെ ആൾക്കാരെ ഇപ്പോൾ 12 ദിവസം നിന്ന്, അല്ലെങ്കിൽ ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയായിരുന്നു നടന്നിരുന്നത്.
അപ്പൊ അതുവരെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ അവിടെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും അതിനകത്തൊരു ഇപ്പൊ ഈ പറഞ്ഞ അമ്മുക്കെയർ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകൾക്ക് ചെയ്തതുപോലെ തന്നെ നമുക്കും അതിനകത്ത് സാധിക്കുമായിരുന്നു. അതിനുള്ള അവസരം ഒത്തു വന്നതാണ്. പക്ഷെ എന്തുകൊണ്ടും അത് സാധിച്ചില്ല. അതൊക്കെ ആചാര്യസ്വാമികളുടെ ഇംഗിതമായിരിക്കും. നമുക്ക് അടുത്ത വർഷം തീർച്ചയായിട്ടും അതിനകത്ത് പങ്കെടുക്കുവാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഈ ശിവരാത്രി മുതൽ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഒരു സ്വപ്നമുണ്ട്. നമുക്ക് കാലടിയിൽ നമുക്കൊരു സ്വന്തമായൊരു ഭൂമി വേണമെന്നുള്ളത്. അതിന്റെ പ്രാർത്ഥനയുടെ തുടക്കമായിട്ട് നമ്മൾ ഫെബ്രുവരി 15 ശിവരാത്രി മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ശിവോഹം എന്നുള്ള പേരിൽ നമ്മുടെ പരിപാടി. തുടർന്നുള്ള അടുത്ത 2027 ശിവരാത്രിക്ക് മുമ്പായിട്ട് കാലടിയിൽ നമുക്കൊരു മണ്ണ്, കാലടിയിൽ നമുക്കായ ഒരു മണ്ണ് ഭഗവാൻ സാധിച്ചു തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും സഹായ സഹകരണവും എല്ലാം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അത് ആമുഖമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് വാമനേട്ടൻ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം. അപ്പൊ ഞാൻ അടുത്തതായി വേദിയിലേക്ക് ഇവിടെ കാണുന്നത് അഭിലാഷിയാണ്. അഭിലാഷി ഒരു 4 വരി ശ്ലോകം ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട്. സരസ്വതി എന്തോ പറഞ്ഞു. പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ പറഞ്ഞു, എനിക്ക് അഭിലാഷ്ജിയുടെ കഴിഞ്ഞിട്ട് എന്റെ മകൻ നാട്ടിൽ വന്നിട്ടുണ്ട്, മകളുടെ ഇളയ മകളുടെ ബഹറിനിന്ന്. ഞാൻ പറഞ്ഞു ഒരു കീർത്തനം പാടാൻ. ആയിക്കോട്ടെ തീർച്ചയായിട്ടും എല്ലാവർക്കും അവസരം ഉണ്ടാവും. അഭിലാഷി മനസ്സിൽ വരുന്നത് മതി. അഭിലാഷി മനസ്സിൽ വരുന്നതൊന്നും ഇച്ചിരി യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരികയാണ് സ്വാമി, അതുകൊണ്ട് ഒരു വ്യക്തത വന്നില്ല. പിന്നെ ഇന്ന് കേറുക എന്നുള്ളതായിരുന്നു. ഒരുപാട് ഓർമ്മകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു, സ്വാമിയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, വാമന നമ്പൂതിരിയെ കണ്ടിട്ട് ഒരുപാട് നാളായി, ഞാൻ കണ്ടിട്ട് വരുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള പല ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായിരുന്നല്ലോ തുടക്കത്തിൽ നമ്മുടെ ഒരു വാമന, സുരേഷ് ഏട്ടൻ, സാബി, മാധവൻ സാറ്, ജ്യേഷ്ഠസ്വാമി എല്ലാം. പക്ഷെ ഇപ്പൊ വളരെ വിരളമായിട്ടാണ് പലരെ കണ്ടത്. പിന്നെ ശ്രീകാന്ത് സ്വാമിയുടെ ആ ഒരു മെസ്സേജ്, ഇന്ന് ആദ്യത്തെ ശ്രീകാന്ത് സ്വാമിയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു മദളംകോട്ടുന്ന്. എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അത് ഇപ്പോഴും ആ ചെവിയിൽ ഇങ്ങനെ ധ്വനിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് ഞാൻ ഇന്ന് വെറുതെ ഓഫീസിൽ വന്നപ്പോ ഒന്ന് റിവൈസ് ചെയ്തതാ. അപ്പോൾ ഈ മെസ്സേജ് കിടക്കുന്നത് ഞാൻ പെട്ടെന്ന് വിളിച്ചു, വോയിസ് മെസ്സേജ് അയച്ച് എടുത്തില്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വിളിച്ചു, സംസാരിച്ചു. അതിനുശേഷമാണ് ആ മെസ്സേജ് ഷെയർ ചെയ്തത്. എനിവേ, എല്ലാരെയും കണ്ടതിൽ സന്തോഷം. ജയശങ്കര, വാമന നമ്പൂതിരിക്ക് പ്രത്യേകം നമസ്കാരം. ഒരുപാട് നാൾ കാത്തിരുന്നാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. പിന്നെ സുരേഷ് ചേട്ടനും എല്ലാവരും ഞാൻ എപ്പോഴും കാണും. സുബ്രഹ്മണ്യനെ കുറിച്ചിട്ടുള്ള ഒരു നാമത്തിന്റെ 4 വരിയാണ് ഞാൻ ചൊല്ലുന്നത്. ഷടാനനം കുങ്കുമ രക്തവർണം മഹാമതിം ദിവ്യ മയൂരവാഹം രുദ്രാസസൂനം സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രപദ്യേ സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ ദേ നമഃ. ആശ്ചര്യവീര്യം സുകുമാരരൂപം തേജസീനം ദേവഗണാഭിമന്യം ഏണാംഗ ഗൗരീതനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി. ശക്തിഹസ്തം വിരൂപാക്ഷം ശിഖിവാഹം ഷടാനനം ദാരുണം രുപുരോഗാഗ്നം ഭാവയേൽ കുക്കുടധ്വജം കനകകുണ്ടലമണ്ഡിത ഷൺമുഖം വനജരാജ വിരാജിത ലോപനം നിശീതശാസ്ത്ര ശരസാനധാരിണം ശരവണാത്മാ വിസൂതം ഭജേ. ഞാൻ ഇത്രേ വായിക്കുന്നുള്ളൂ. ഒരുപാട് നാളായി വായിച്ചുകൊണ്ട്, അതുകൊണ്ട് അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ക്ഷമിക്കുക. ജയശങ്കര. വളരെ സന്തോഷം അഭിലാഷി. അക്ഷരത്തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഭഗവാന്റെ ആ നാമങ്ങൾ കഴിയുന്നത് തന്നെ എന്താ പറയാ, ഭാഗ്യമല്ലേ. അഭിലാഷ് ഇന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ദിവസമാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. വളരെ കണ്ടിന്യൂസ് ഓഫീസിൽ വന്നിട്ട് എനിക്ക് തീരെ വയ്യ, എങ്ങനെങ്കിലും കിടന്നാൽ മതി എന്ന് പറഞ്ഞു വന്നയാ. അപ്പോഴാ ഇറങ്ങിയപ്പോ ഇതുള്ളത്, അതാ ഞാൻ അറ്റൻഡ് ചെയ്തത്. വന്ന് കയറുക, കുളിക്കുക, കിടക്കുക, ഇത് മാത്രമേ തിരിച്ചുള്ളൂ. കാണാൻ പറ്റും. ആയിക്കോട്ടെ അഭിലാഷി, വളരെ സന്തോഷം. ഞാൻ സരസ്വതി അടുത്ത വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളൂ. നമുക്ക് ഒരു കീർത്തനം കേൾക്കാം. പേര് രവിശങ്കർ, ബഹ്റിനിൽ ജോലി ചെയ്യുന്നു. കൊടുങ്ങല്ലൂര് ക്ഷേത്രത്തിലെ മേശാന്തിയുടെ മൂത്ത മകനാണ്. എന്റെ ഇളയ മകളുടെ ഹസ്ബൻഡ്. അതേ ഒരു കീർത്തനം പാടാം.
നമസ്കാരമുണ്ട് ജയശങ്കര. നമസ്കാരം ജയശങ്കര. പേരെന്താണ്? പേര് രവിശങ്കർ. ജയശങ്കർ. രവിശങ്കർ. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദ്യമായിട്ടാണ് അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു സംരംഭം ഉണ്ട്, അപ്പോ ഇതിൽ പങ്കെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പൊ ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇന്നത്തെ. അപ്പോ പറഞ്ഞു കീർത്തനം 4 വരി. അപ്പൊ ഞാൻ പറഞ്ഞു കീർത്തനായിട്ടൊന്നും അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന അധികം ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞു ഹരിവരാസനം ഒരു 4 വരി ഞാൻ ശ്രമിക്കാം. അല്ലാതെ അങ്ങനെ പാട്ട് പഠിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇഷ്ടമാണ് ഇത് കേൾക്കുന്നതും. അപ്പൊ അതുകൊണ്ട് ഒരു 4 വരി ഞാൻ ശ്രമിക്കാം. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എന്ന് ആദ്യമേ പറയുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. പ്രണയ സത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. വളരെ സന്തോഷം ജയകൃഷ്ണൻജി. വളരെ മനോഹരമായ പാട്ട് പഠിച്ചിട്ടില്ലെന്ന് പറയുന്നത് തെറ്റാന്ന് തോന്നുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ അത് പാട്ട് മുഴുവൻ കേൾക്കാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സാരവല്ല, ഇനി അടുത്തൊരു അവസരത്തിൽ ആയിക്കൊള്ളട്ടെ. പക്ഷെ നമുക്ക് നമ്മുടെ ബഹ്റിൻ ചാപ്റ്റർ ഉണ്ട്, ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ബഹ്റിൻ ചാപ്റ്ററും ഉണ്ട്. അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഗ്രൂപ്പിനകത്തേക്ക് അങ്ങേ കൂടെ ആഡ് ചെയ്യാം. നമുക്ക് അവിടെ എല്ലായിടത്തും ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും നമുക്ക് നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മാത്രം താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. വളരെ സന്തോഷം. തുടർന്ന് നമ്മുടെ ഈ വേദിയെ അലങ്കരിക്കുവാനായി എത്തുക. തീർച്ചയായും. വളരെ സന്തോഷം. ജയശങ്കര. ഞാൻ അടുത്തതായി നമ്മുടെ വേദിയിലേക്ക് ലീല ചേച്ചിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു കീർത്തനമോ ശ്ലോകമോ ലീല ചേച്ചി കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. നമുക്ക് 5 മിനിറ്റ് കൂടെ സമയമുണ്ട്. മഹേശ്വരാ മാനസേശ്വര സകലേശ്വരാ മഹേശ്വരാ മാനസേശ്വര സകലേശ്വരാ മഹേശ്വരാ മമ മഹേശ്വരാ മാനസേശ്വര സകലേശ്വരാ പാർവതി വല്ലഭ പന്നഗഭൂഷണ പാവവിനാശകനേ ശംഭോ പാവവിനാശകനേ പാർവതി വല്ലഭ പന്നഗഭൂഷണ പാവവിനാശകനേ ശംഭോ പാവവിനാശകനേ.
മുൻപിലെത്തിടുമെൻ വമ്പുകളൊക്കെ അൻപിനാൽ നീ പൊറുക്കണേ. വിഘ്നേശ്വരനുടെ താതനാകിയ തമ്പുരാന് തുണയേകണേ. വിഘ്നേശ്വരനുടെ താതനാകിയ തമ്പുരാന് തുണയേകണേ. മഹേശ്വര മഹേശ്വര മാനസേശ്വര സകലേശ്വര. ആയിരം ശിവരാത്രി പുണ്യം നേടുവാൻ ആയുസേകിടണേ. ശങ്കര ആയുസേകിടണേ. ആയിരം ശിവരാത്രി പുണ്യം നേടുവാൻ ആയുസേകിടണേ. ശങ്കര ആയുസേകിടണേ. തുംഗജടാധര ചന്ദ്രകലാധര സാംബ സദാശിവനേ. ശങ്കര സാംബ സദാശിവനേ. തുംഗജടാധര ചന്ദ്രകലാധര സാംബ സദാശിവനേ. ശങ്കര സാംബ സദാശിവനേ. മഹേശ്വര മഹേശ്വര മാനസേശ്വര സകലേശ്വര. മഹേശ്വര മമ മഹേശ്വര മാനസേശ്വര സകലേശ്വര. മുൻപിലെത്തിടുമെൻ വമ്പുകളൊക്കെ അൻപിനാൽ നീ പൊറുക്കണേ. വിഘ്നേശ്വരനുടെ താതനാകിയ തമ്പുരാന് തുണയേകണേ. വിഘ്നേശ്വരനുടെ താതനാകിയ തമ്പുരാന് തുണയേകണേ. മഹേശ്വര മഹേശ്വര മാനസേശ്വര സകലേശ്വര. മഹേശ്വര മമ മഹേശ്വര മാനസേശ്വര സകലേശ്വര. മാനസേശ്വര സകലേശ്വര. മാനസേശ്വര സകലേശ്വര. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം. വേറെ ആർക്കെങ്കിലും കീർത്തനമോ ശ്ലോകമോ ചേർക്കണമെന്നുണ്ടെങ്കിലാവാം. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സത്സന്ധ്യ ഇവിടെ പൂർണ്ണമാവുക. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? അപ്പോൾ ഇന്നത്തെ സത്സന്ധ്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ഫെബ്രുവരി 15 ശിവരാത്രി മുതൽ നമ്മുടെ ശിവോഹം എന്നുള്ള പേരിൽ ഒരു ശിവരാത്രി, അത് ശിവന്റെ മഹിമകളെ കുറിച്ചുള്ള ഒരു പരിപാടി നമ്മൾ 7 ദിവസമായിട്ട് നടത്തുകയാണ്. എല്ലാ അംഗങ്ങളുടെയും സാന്നിധ്യ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ജഗദീശന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ലോക സമസ്ത സോനു പോകുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയശങ്കര 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 ജയശങ്കര. ജയശങ്കര.